നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കാണുന്ന പറമ്പിൽ നിങ്ങൾ ഈ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം നമ്മളെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നിട്ട് വന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇങ്ങ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലെ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു ക്വാളിറ്റി ചികിത്സയുടെ ഒരു പ്രത്യേകതയാണ്. ആദ്യം തന്നെ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് ഐ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂര് എയർപോർട്ട് റോഡിന് അടുത്താണ്, അതായത് അവിനാശി റോഡിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. നേത്ര പരിശോധനയ്ക്കോ അല്ലെങ്കിൽ നേത്ര ചികിത്സയ്ക്കോ വേണ്ടിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ഇവിടെ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത. ഇവിടെ വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രീ ആയിട്ട് ചികിത്സ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ വരുമ്പോൾ അവരെ രോഗിയുടെ ആധാർ കാർഡ് കയ്യിൽ വയ്ക്കുക. ആധാർ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ചികിത്സ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാലാണ് ഫ്രീ രജിസ്ട്രേഷനുള്ള കൗണ്ടർ ഉള്ളത്. രാവിലെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 7 മണിക്ക് മുമ്പെങ്കിലും ഇവിടെ എത്താൻ ശ്രമിക്കുക. നേരത്തെ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ചികിത്സ നേടിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നതാണ്. എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പരമാവധി നമ്മൾ വരുന്ന ആളുകൾ തിങ്കളാഴ്ച ഒഴികെ മറ്റുള്ള ദിവസങ്ങൾ ചൂസ് ചെയ്യാൻ എപ്പോഴും നോക്കുക. ഇട ദിവസങ്ങളിൽ വരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.